നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. 1971 ബംഗ്ലാദേശ് രൂപീകരണത്തിൽ കലാശിച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏറ്റവും ശക്തമായ യുദ്ധമായിരുന്നു പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായത്. 2 ആഴ്ച നീണ്ട സംഘർഷത്തിനും 3 ദിവസം നീണ്ട ഘോരമായ യുദ്ധത്തിനും ശേഷം കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ആ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അത് ട്വീറ്റ് ചെയ്തുകൊണ്ട് തന്റെ മധ്യസ്ഥതയുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും പരിണത ഫലമാണ് വെടിനിർത്തലിൽ കലാശിച്ചത് എന്ന സൂചന ലോകത്തിന് നൽകുകയുണ്ടായി. ആ രാത്രിയിലും ജമ്മു കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ കരാറിനെ മുന്നിൽ നിർത്തി ഇനി മറ്റൊരു തിരിച്ചടിക്ക് ഇറങ്ങാതെ ഇന്ത്യ സംയമനം പാലിക്കുകയാണ് ചെയ്തത്. ഭീകരന്മാരെ ഇറക്കിവിട്ട് ഇന്ത്യയെ ചൊറിയുകയും നല്ല കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ശേഷം വെടിനിർത്തലിനായി മോങ്ങുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന അന്ന് ഭീരുക്കളെ പോലെ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും എഴുതുന്ന കരാറിന് വില കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കാതിരുന്നാൽ ഉടനെ ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചേ, ഇന്ത്യ പേടിച്ചോടിയേ എന്നൊക്കെ വിളിച്ചു കൂവി പാകിസ്ഥാൻ ആഹ്ലാദ പ്രകടനം അഭിനയിച്ച് മാനസിക സുഖം കണ്ടെത്തുമെന്നും തുടർച്ചയായി കള്ളങ്ങൾ കെട്ടഴിച്ചുവിടുന്ന ഗീബൽസിയൻ തന്ത്രങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഭീകരന്മാരെയും ഭീകര മാനസരെയും ഇമ്പാക്ട് ചെയ്യിക്കുമെന്നും ഇന്ത്യയിൽ പലരും അന്ന് തന്നെ കണക്കുകൂട്ടിയിരുന്നു. അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. ഭീകരതയും നുണയും, അതാണ് ഒറ്റവാക്കിലെ പാകിസ്ഥാൻ. എ കൺട്രി വിത്ത് എ വൺ വേർഡ് ഹിസ്റ്ററി, പാകിസ്ഥാൻ ഈസ് ടെറർ ആൻഡ് ലയർ. അത് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വീമ്പിളക്കി നിർവൃതി കൊള്ളുകയും പാക് മാനസരും ഭീകര മക്കളും അത് ഏറ്റുപാടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകമെങ്ങും കണ്ടത്. അങ്ങേയറ്റം അസഹ്യമായ ഇത്തരം മെക്കിട്ടുകയറ്റങ്ങൾ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം തുടർന്നതിനാൽ കുറച്ചു ദിവസം കൂടി പടക്കളത്തിൽ തുടർന്ന് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ പൂർണ്ണമായി നിരായുധീകരിച്ച് വേണമായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനെന്ന താല്പര്യമുള്ളവരായിരുന്നു ഭൂരിഭാഗം ഇന്ത്യക്കാരും. പ്രതിപക്ഷവും പ്രതിപക്ഷ ബുദ്ധിയുള്ളവരുമായ ചിലരും അക്കാര്യം പറഞ്ഞ് പലരും രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ അർദ്ധവിരാമമിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ഇന്ത്യ വെടിനിർത്തൽ സന്ധിയോട് താതാത്മ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഭീകര രാഷ്ട്രത്തിന്റെ ആത്മഹത്യാപരമായ നീക്കങ്ങൾക്കൊത്ത് നിലയും വിലയും പ്രൗഢിയും പാരമ്പര്യവും ഒക്കെയുള്ള ഇന്ത്യ നിലകൊള്ളേണ്ടതില്ല എന്ന ഉത്തമ ബോധ്യം തന്നെയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാന്റെ അവസ്ഥ അതല്ല. എല്ലാ അർത്ഥത്തിലും അവരൊരു ഭീകര രാഷ്ട്രമാണ്. ഭീകരതയെ പാലൂട്ടി വളർത്തി ഭീകരത തിന്നും കുടിച്ചും ജീവിക്കുന്ന അധമ സംസ്കാരത്തിന്റെ വക്താക്കളാണവർ. രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തിന് ഉതകുന്ന നൂതനമായ പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവരൂന്നൽ കൊടുക്കുന്നത് മതഭീകരതയെ പ്രോത്സാഹിപ്പിക്കാനും നിയമപരമായി ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന പഞ്ചാബ്, കാശ്മീർ, ഗുജറാത്ത് അടക്കമുള്ള അതിർത്തി മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാൻ പാകത്തിൽ ഭീകരന്മാരെ തീറ്റിപ്പോറ്റി പരിപോഷിപ്പിക്കാനുമാണ്. അത്തരത്തിലുള്ള 32ഓളം ഭീകര സംഘടനകളെയാണ് ഈ അധമ രാഷ്ട്രം ചെല്ലും ചെലവും കൊടുത്ത് പരിപാലിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ തോറ്റു എന്നും പാകിസ്ഥാൻ ജയിച്ചു എന്നും വീമ്പിളക്കുന്നവർക്കും വാസ്തവം എല്ലാം അറിയാം. പഹൽഗാമിലെത്തി 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് പകരമായി പാകിസ്ഥാനിലേക്ക് തന്നെ കടന്നു കയറി അവരുടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് അസർ മസൂദിന്റെ സഹോദരനടക്കമുള്ള ഭീകരന്മാരെ കൊന്നു തള്ളിക്കൊണ്ട് പാകിസ്ഥാനിട്ട് ഇന്ത്യ കൊടുത്ത പണിയുടെ ഭീകര രാഷ്ട്രത്തിന്റെ നട്ടെല്ല് തകർന്നു പോയിരിക്കുകയാണ്. എന്നാലും തങ്ങൾ തിരിച്ചടിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടതിന് അമ്പേ ശൂന്യമായി പോയ ഡിഫൻസ് ബജറ്റിന്റെ പിൻബലത്തിൽ പടക്കിറങ്ങാൻ നിർബന്ധിതരായ പാകിസ്ഥാൻ കയ്യിലിരിക്കുന്ന പഴകിയ ഷെല്ലുകളും മിസൈലുകളും ഇന്ത്യക്കെതിരെ തൊടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. എന്നാൽ പാക്കികളുടെ ഒറ്റ യുദ്ധ ആയുധങ്ങളും ഇന്ത്യൻ മണ്ണിൽ പതിച്ചില്ല. അത്രയ്ക്ക് ശക്തമായിരുന്നു ഇന്ത്യയുടെ രക്ഷാകവചമായ സുദർശന ചക്രത്തിന്റെ കരുത്ത്. പാകിസ്ഥാനിട്ട് തിരിച്ചു കൊടുത്ത അടിയിൽ ധൂളിയായി പറത്തിവിട്ടത് അവരുടെ 3 എയർബേസുകളായിരുന്നു. തിരിച്ചടിക്കാൻ പാകിസ്ഥാനികൾ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏതാനും ധീര ജവാന്മാർ ജീവത്യാഗം ചെയ്തുവെങ്കിലും അവരുടെ കൂടെ അഭിലാഷം പൂർത്തീകരിക്കാൻ മുന്നേറിയ ഇന്ത്യ പാകിസ്ഥാനികളുടെ 9 വ്യോമത്താവളങ്ങൾ തകർത്ത് പിന്നീട് തരിപ്പണമാക്കുകയായിരുന്നു. 16 ലക്ഷം പോകുന്ന ഇന്ത്യൻ കാലാൾപ്പടയുടെ നേരെ 6 ലക്ഷം മാത്രമായ പാകി പടകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിന്മാറിയില്ലെങ്കിൽ സർവനാശം തന്നെയായിരിക്കും ഫലമെന്ന് അവര് ഉറപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ മാത്രമല്ല, ചൈനയുടെയും തുർക്കികളുടെയും എല്ലാം യുദ്ധോപകരണങ്ങളെ ഇന്ത്യ ധൂളിയാക്കി പറത്തുകയായിരുന്നു. അതോടെ ചൈനയ്ക്കും അങ്കലാപ്പായി. അമേരിക്ക പണ്ടുകൊടുത്ത ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ച് ചീറ്റിപ്പോയതോടെ അമേരിക്കയ്ക്കും വെപ്രാളമായി. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇറങ്ങിയിട്ട്
വിജയിക്കാത്തതിനാൽ ആ ജാള്യത മറയ്ക്കാൻ വേണ്ടി ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസിനെ മുന്നിൽ നിർത്തി മധ്യസ്ഥതയ്ക്കായി രാത്രി മുഴുവൻ ശ്രമിച്ചു. ആദ്യം വഴങ്ങാതിരുന്നുവെങ്കിലും തങ്ങളുടെ നയം സമാധാനത്തിൽ അധിഷ്ഠിതമായതിനാൽ മധ്യസ്ഥ ശ്രമങ്ങളോട് അനുനയപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ പട്ടാള മേധാവി തങ്ങളെ വിളിച്ച് അപേക്ഷിക്കട്ടെ എന്ന ഒരു ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത്. എങ്ങനെയായാലും വേണ്ടില്ല, തടി രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിച്ച പാകിസ്ഥാൻ പട്ടാള മേധാവി വെടിനിർത്തണമേ എന്ന് അപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ അതിന് വഴങ്ങിയത്. കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീഴേണ്ടിയിരുന്ന ഭീകരരാഷ്ട്രത്തിന് കൃത്യമായ തിരിച്ചടി കൊടുത്ത് തല ഉയർത്തിപ്പിടിച്ച് പിൻവാങ്ങിയപ്പോൾ ഭൂരിപക്ഷം ഇന്ത്യക്കാരും അഭിമാനിക്കുകയായിരുന്നു. എന്നാൽ മോദി ട്രംപിന് കീഴടങ്ങിയെന്ന് വ്യാഖ്യാനിച്ചും മോദിയേക്കാൾ കേമി ഇന്ദിരയായിരുന്നുവെന്ന് തള്ളിമറിച്ചും ചില ദോഷൈക ദൃക്കുകൾ കളം നിറഞ്ഞ് ആടുന്ന കാഴ്ചകളും പിന്നീട് കാണുകയുണ്ടായി. ചില പാക് മാനസ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാനെ പുകഴ്ത്തിയും ഇന്ത്യയെ ഇകഴ്ത്തിയും ചർച്ച നടത്താനാകാതെ ഞെരിപിരി കൊണ്ടപ്പോൾ ചാനൽ ക്യാമറ മാറ്റിവെച്ചിട്ട് അവർ പാകിസ്ഥാന് വാഴ്ത്തുപാട്ട് പാടി പിരിഞ്ഞു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഏതായാലും വോക്കിസ്റ്റ് മാധ്യമങ്ങളെ വിലക്കെടുത്ത് തങ്ങൾ ജയിച്ചേ, ഇന്ത്യ മുട്ടുമടക്കിയേ എന്ന് കൂവി വിളിച്ച് മാനസിക സുഖം തേടുകയായിരുന്നു പാകിസ്ഥാന്റെ നേതാക്കൾ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. എല്ലാറ്റിനുമുള്ള കൃത്യമായ മറുപടിയായി 22 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മുൻപിലേക്ക് എത്തിയതോടെ എല്ലാ തള്ളിമറിക്കലുകളും നനഞ്ഞ പടക്കം കണക്കെ ചീറ്റിപ്പോവുകയായിരുന്നു. हम सभी ने बीते दिनों में देश का सामर्थ्य और उसका संयम दोनों देखा है। मैं सबसे पहले भारत की पराक्रमी सेनाओं को, सशस्त्र बलों को, हमारी खुफिया एजेंसियों को, हमारे वैज्ञानिकों को, हर भारतवासी की तरफ से सैल्यूट करता हूं। हमारे वीर सैनिकों ने ऑपरेशन सिंदूर के लक्ष्यों की प्राप्ति के लिए असीम शौर्य का प्रदर्शन किया। मैं उनकी वीरता को, उनके साहस को, उनके पराक्रम को आज समर्पित करता हूं। हमारे देश की हर माता को, देश की हर बहन को और देश की हर बेटी को ये पराक्रम समर्पित करता हूं। साथियों, 22 अप्रैल को पहलगाम में आतंकवादियों ने जो बर्बरता दिखाई थी, उसने देश और दुनिया को झकझोर दिया था। छुट्टियां मना रहे निर्दोष मासूम नागरिकों को धर्म पूछकर उनके परिवार के सामने, उनके बच्चों के सामने बेरहमी से मार डालना, यह आतंक का बहुत विभत्स चेहरा था, क्रूरता थी। ये देश के सद्भाव को तोड़ने की घिनौनी कोशिश भी थी। मेरे लिए व्यक्तिगत रूप से ये पीड़ा बहुत बड़ी थी। മതം ചോദിച്ച് കൊലപാതകം നടത്തിയ ഭീകരതയിലൂടെ സിന്ദൂരം മായ്ക്കപ്പെട്ട സഹോദരിമാർക്കും മാതാക്കൾക്കും വേണ്ടി നാം പകരം ചോദിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങിയ മോദി രക്തവും വെള്ളവും ഒന്നിച്ച് ഒഴുകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ നയം എന്തെന്ന് ഊന്നി പറയുകയായിരുന്നു. സമാധാനത്തിനൊപ്പമാണ് ഇന്ത്യ എക്കാലത്തും എന്നും, എന്നാൽ അത് ബലഹീനതയാണെന്ന് കരുതരുത് എന്നും അത് ശക്തി തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഭീകരവാദവും സന്ധി സംഭാഷണവും ഒന്നിച്ചു പോകില്ല എന്നും ഭീകരതയ്ക്ക് പാലൂട്ടുന്ന രാജ്യങ്ങളെ ഭീകര രാജ്യങ്ങളായി തന്നെ കണക്കാക്കുമെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഇനി ചർച്ചകൾ ഇല്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു.
ഭീകര സംഘടനകളെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കുന്ന ദൗത്യത്തിനു വേണ്ടി മാത്രം പാകിസ്ഥാനുമായി സംസാരിക്കാമെന്നും പാക് കാശ്മീർ തങ്ങളുടേത് മാത്രമാണ് എന്നും ഇനി ഇന്ത്യയെ ചൊറിഞ്ഞാൻ വന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അണ്വായുധ ഭീഷണി ഇനി ഇന്ത്യയുടെ അടുത്ത് വിലപ്പോകില്ലെന്നും യുദ്ധം വേണ്ടെന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഭീകരതയും നിർത്തിക്കൊള്ളണമെന്നും അടിവരയിട്ട് പാകിസ്ഥാനെയും ഭീകരരെയും ഓർമ്മിപ്പിക്കുകയും സമാധാനവും സുരക്ഷിതത്വവും വികസനവും സമന്വയിപ്പിച്ചുകൊണ്ട് ശക്തമായ നീക്കമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. പാകിസ്ഥാൻ അടക്കം ലോകരാഷ്ട്രങ്ങളെല്ലാം മോദിയുടെ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. എന്നിട്ടും ആദംപൂർ അടക്കമുള്ള ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ തകർത്തെന്ന് നുണത്തള്ളുകൾ തുടർന്ന പാകിസ്ഥാനെ എല്ലാ നീക്കങ്ങളെയും പിഴുതെറിഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നരേന്ദ്രമോദി ആദംപൂരെ സൈനിക താവളത്തിലെത്തി. തങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാനികൾ ഊറ്റം കൊണ്ട അതേ വ്യോമത്താവളത്തിലൂടെ സൈനികർക്ക് ഹസ്തദാനം ചെയ്തും ഭാരതമാതാവിന് ജയ് വിളിച്ചും ചുറ്റി നടന്ന പ്രധാനമന്ത്രി പാകിസ്ഥാൻ തകർത്തുവെന്ന് തള്ളിയ S-400 സുദർശന എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആരാണെന്നും ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്നും ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. सेना का नुकसान करने की थी तैयारी, हमने उनसे सीने पे चढ़ कर दिखा दिया कि हमारे वीरों की कैसी है तैयारी। भारत माता की, भारत माता की, भारत माता की, भारत माता की जय मैदान में भी गूंजती है और मिशन में भी। जब भारत के सैनिक मां भारती की जय बोलते हैं तो दुश्मन के कलेजे कांप जाते हैं। जब हमारी फौजें न्यूक्लियर ब्लैकमेल की धमकी की हवा निकाल देती है तो आकाश से पाताल तक एक ही बात गूंजती है, भारत माता की जय। मैं वीरों की इस धरती से आज एयरफोर्स, नेवी और आर्मी के सभी जाबाजों, BSF के अपने शूरवीरों को सैल्यूट करता हूं। ऑपरेशन सिंदूर कोई सामान्य सैन्य अभियान नहीं है। ये भारत की नीति, नियत और निर्णायक क्षमता की त्रिवेणी है। भारत की ओर नजर उठाने का एक ही अंजाम होगा, तबाही। हम घर में घुसकर मारेंगे। ये नया भारत है। ये भारत शांति चाहता है, लेकिन अगर मानवता पर हमला होता है तो ये भारत युद्ध के मोर्चे पर दुश्मन को मिट्टी में मिलाना भी अच्छी तरह जानता है। आपके कारण सर हमारा मॉडल बहुत हाई है। चलिए, सभी साधनों का भी एक बार इस्तेमाल हो गया। आपको लगता था सीख तो रहे, पता नहीं कब काम आए। ये जो काम हुआ और जम्मू कश्मीर का किसी ने नहीं किया, उसके लिए हम आभारी हैं सर। इस दिन में यहाँ के सेनाओं में, यहाँ के जवानों में दिन रात के प्यासे रह करके दुश्मनों से लड़ने का जज्बा जो भरपूर है, ये हर कदम पे आपका साथ निभाने वाला वायुसेना स्टेशन आदमपुर है। शाबाश। आग लगा दूंगा कलम से दुश्मनों सावधान, एक परमाणु बम से कम नहीं भारत का नौजवान। जब से आपका नेतृत्व शुरू हुआ तब से हम, अरे आपके नेतृत्व മീഡിയ ഗിമ്മിക്കുകളും ആടിനെ പട്ടിയാക്കുന്ന നുണകളുമായി നിലകൊണ്ട പാകിസ്ഥാന്റെ എല്ലാ നുണക്കൊട്ടാരങ്ങളും ഇതോടെ തകർന്ന് തരിപ്പണമായി വീഴുകയായിരുന്നു. പാകിസ്ഥാനുള്ള കൃത്യമായ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ആദംപൂരിലും ആവർത്തിക്കുകയുണ്ടായി. ഏത് കാര്യത്തിന്റെയും ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ബഷീർ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ട്രംപ് ഉറക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇത്തരം നീക്കങ്ങൾ സർക്കാരിനെ ചില ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഇടയുള്ളതിനാൽ
അതിനുള്ള കൃത്യമായ മറുപടി എന്നവണ്ണം കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയെ അനുവദിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ നടന്ന യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ആരുടെയും മധ്യസ്ഥത ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മധ്യസ്ഥത ആവശ്യമായിരുന്നത് പാകിസ്ഥാൻ ആയിരുന്നുവെന്നും അവരാണ് അമേരിക്കയെ വിളിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊതിച്ചു നടക്കുന്ന ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും തീർക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടതിനാൽ ആ ജാള്യത മാറ്റാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ മറയാക്കുന്ന നയമായിരുന്നു കൈക്കൊണ്ടത്. എന്നാൽ ആരും അറിയില്ലെന്ന ധാരണയാൽ കാർണിഹിലിലെ മലമുകളിൽ രഹസ്യമായി സ്ഥാപിച്ച പാകിസ്ഥാനികളുടെ അണ്വായുധപ്പുരയുടെ മൂടി അടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. തത്വത്തിൽ പാകിസ്ഥാൻ അമേരിക്കയെ വിളിച്ചത് അണ്വായുധപ്പുരയുടെ ചോർച്ച പരിശോധിക്കാൻ തന്നെയായിരുന്നു. കാരണമില്ലാതെ തങ്ങളെ തോണ്ടിയവന്റെ ആണവപ്പുരയ്ക്ക് ഓട്ടയിട്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നേറുന്നതെന്ന് അമേരിക്കയ്ക്കും ബോധ്യം വന്നതോടെയായിരുന്നു വെടിനിർത്തൽ അമേരിക്കയ്ക്കും അനിവാര്യമായി മാറിയത്. പക്ഷേ ഭീകരവാദികളുമായി ഇനി ചർച്ചയില്ല എന്ന കാര്യം ഇന്ത്യ തീർപ്പാക്കിയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കുമെന്നും തീവ്രവാദത്തെ ചുട്ടരിക്കുമെന്നും ജിഹാദികളെ ഇല്ലാതാക്കുമെന്നും തീവ്ര വലതുപക്ഷ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വോക്കിസത്തെ ശക്തമായി തുടച്ചു മാറ്റുമെന്നുമൊക്കെ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് അമേരിക്കയിൽ ഭരണത്തിലേറിയ ഡൊണാൾഡ് ട്രംപിനെ അതിശക്തമായി പിന്തുണച്ചവരാണ് ക്രൈസ്തവ ആശയങ്ങൾ ഊന്നി നിലകൊള്ളുന്ന മാധ്യമങ്ങളെല്ലാം. എന്നാൽ ആദർശവും നിലപാടുമെല്ലാം എടുത്ത് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് ട്രപ്പീസിൽ ചാടുന്നവനെ പോലെ ട്രംപ് നിലപാടിൽ മലക്കം മറിഞ്ഞുവെന്ന ആശങ്ക പ്രബലമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം. കാരണമില്ലാതെ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി കിഡ്നാപ്പിംഗും കൊലപാതകവുമെല്ലാം അഴിച്ചുവിട്ട ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ട്രംപ് പ്രസിഡന്റ് അല്ലായിരുന്ന സമയത്ത് പോലും അതിശക്തമായ നിലപാടുകളോടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും മതത്തിന്റെ പേരിൽ അഴിഞ്ഞാടുന്ന ജിഹാദികളെയെല്ലാം ഇല്ലാതാക്കുമെന്നും പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ ഇസ്ലാമിക തീവ്രവാദത്തെ തടയാൻ ലാക്കാക്കിക്കൊണ്ട് അനധികൃതമായി അങ്ങോട്ട് കുടിയേറിയവരെയെല്ലാം ചങ്ങലക്കിട്ട് അമേരിക്കയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇടതർക്കും സ്വതന്ത്രവാദികൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ചതുർത്ഥിയായി മാറിയ ട്രംപിനെ ചുറ്റിപ്പറ്റി കേൾക്കുന്ന വാർത്തകളാണ് റിപ്പബ്ലിക്കുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ ആകാത്ത നിലയിൽ ഉള്ളതായി മാറിയിരിക്കുന്നത്. വാക്കിലും പ്രവൃത്തിയിലും അല്പം അമിത ആവേശവും തിടുക്കവും ഒക്കെ ഉള്ള ട്രംപ് പറയുന്നതിനെ ഒക്കെ ആളുകൾ അത്തരത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിഗതികൾ സംജാതമാവുകയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാളിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം വരികയും ചെയ്തപ്പോൾ ജനമെല്ലാം ട്രംപിനെ സംശയ ദൃഷ്ടിയാൽ കാണുവാൻ തുടങ്ങി എന്നതാണ് സത്യം. തിരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പുറത്തിറക്കിയ പല കരാറുകളിൽ നിന്നും ട്രംപിന് പിന്നോട്ട് മാറേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. പുട്ടിനു വേണ്ടി സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടത് ലോകം കണ്ടതാണെങ്കിലും അതൊന്നും ഓർക്കാതെ പുടിൻ ട്രംപിനെ തള്ളിക്കൊണ്ട് തങ്ങളുടെ യുക്രൈൻ ആക്രമണം തുടരുകയുമാണ്. അത്തരത്തിലൊരു പ്രഖ്യാപന പ്രഹസനം മാത്രമാണ് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കടശിയിലും ട്രംപിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോഴിതാ കാലങ്ങളായി താൻ ഉയർത്തിയ ജിഹാദി പരാമർശങ്ങളെയെല്ലാം വിഴുങ്ങുന്ന ട്രംപിനെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 വർഷങ്ങൾക്കപ്പുറത്ത് ഖത്തർ എന്ന സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ നോക്കി ട്രംപ് പറഞ്ഞത് ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ഒരു ടെററിസ്റ്റ് രാജ്യം എന്നായിരുന്നു. അത് യാഥാർത്ഥ്യവുമായിരുന്നു എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ട്രംപ് ഇപ്പോൾ ഖത്തറും UAEയും സൗദിയും അടങ്ങുന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിവാദം കനക്കുന്നത്. ഒരിക്കൽ ഭ്രഷ്ട് കൽപ്പിച്ച് നിർത്തിയ രാജ്യങ്ങളിൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല ഖത്തർ രാജാവിന്റെ കയ്യിൽ നിന്ന് $400 മില്യൺ മതിക്കുന്ന ഒരു വിമാനം സമ്മാനമായി സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് ട്രംപ് നിലപാടിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും എല്ലാം മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. 40 വർഷം പഴക്കമുള്ള എയർഫോഴ്സ് 1 മാറ്റി പുതിയത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ട്രംപ് കിട്ടിയ സമ്മാനം തനിക്ക് വ്യക്തിപരമായി തരണമെന്ന് ആവശ്യപ്പെടുകയും അത് ഖത്തർ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. നിലപാടുകൾക്കപ്പുറത്ത് ഇത്രയും കാലം താൻ അകറ്റി നിർത്തിയ ഖത്തറിന്റെ വ്യാപാര ബന്ധത്തിനുള്ള കൈക്കൂലിയായി ട്രംപ് വാങ്ങിയ ജംബോ ജെറ്റ് വിമാനം ഇപ്പോൾ ട്രംപ് ആരാധകരെ പോലും അദ്ദേഹത്തിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. എന്നാൽ ലോകം മുഴുവൻ ഞെട്ടിയത് അതുകൊണ്ടായിരുന്നില്ല. പശ്ചിമേഷ്യൻ വിസിറ്റിനിടെ സിറിയയിലെത്തിയ ട്രംപ് അമേരിക്ക തന്നെ തലയ്ക്ക് വിലയിട്ട സിറിയൻ വിമത തീവ്രവാദിയും സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായ മുഹമ്മദ് അൽ ഷറയുമായി ഹസ്തദാനം ചെയ്യുകയും ഒന്നിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ കടുത്ത വിമർശനമാണ് ട്രംപ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അമേരിക്ക തലയ്ക്ക് കോടികൾ വിലയിട്ട അബൂ ജുലാനി എന്ന തീവ്രവാദി അൽ ഷറ എന്ന് പേര് മാറ്റുകയും കുർത്തായും തലപ്പാവും മാറ്റി കോട്ടിടുകയും ചെയ്തപ്പോൾ ട്രംപിന് പ്രിയപ്പെട്ടവനായി മാറിയെന്നതും
നിലപാടുകളും ആദർശങ്ങളും വിട്ട് മലക്കം മറിഞ്ഞതും ട്രംപിനെ പിന്തുണച്ചവർക്കെല്ലാം വേദനയായി മാറിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉള്ളത് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അതിന് കഴിയുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അധികാര കൊതിയുടെയും പരസ്യ വിഴുപ്പലക്കലിന്റെയും ഭാഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസിലെ നേതാക്കൾ. കോൺഗ്രസ് പാളയത്തിലെ എന്തിനും പോകുന്ന നേതാവ് തന്നെയായിരുന്നു കുമ്പക്കുഴി സുധാകരൻ. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ എല്ലാം കൊണ്ടും പറ്റിയ KPCC പ്രസിഡന്റ്. ഇല്ലാത്ത അനാരോഗ്യത്തിന്റെ പേര് പറഞ്ഞ് സുധാകരനെ മാറ്റി തലസ്ഥാനത്ത് പേരാവൂർ MLA-യും കണ്ണൂരിന് പുറത്ത് ആർക്കുമത്ര പരിചിതനുമല്ലാത്ത ആളുമായ സണ്ണി ജോസഫിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ ഹസനെ മാറ്റിയിട്ട് UDF കൺവീനറാക്കി അടൂർ പ്രകാശിനെയും പിന്നെ ജാതി സമവാക്യങ്ങൾ കൃത്യമായി ചാലിച്ചു ചേർത്തുകൊണ്ട് നായർ പ്രതിനിധിയായി PC വിഷ്ണുനാഥിനെയും മുസ്ലിം പ്രതിനിധിയായി ഷാഫി പറമ്പിലിനെയും ദളിത് പ്രതിനിധിയായി AP അനിൽകുമാറിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരും ആക്കിക്കൊണ്ടായിരുന്നു പുതിയ നേതൃ പുനഃസംഘടന. ഇപ്പോൾ കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. പക്ഷേ പ്രതിസന്ധികൾ മുറുകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫ് നല്ല മനുഷ്യനും മികച്ച വ്യക്തിത്വത്തിന് ഉടമയും സൗമ്യനും പക്വമതിയും മലയോര കർഷകരുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളും ആണ് എന്നാണ് വിവരങ്ങൾ. പക്ഷേ കോൺഗ്രസിന്റെ വർത്തമാനകാല സാഹചര്യത്തിന് പറ്റിയ ആളാണെന്നോ എല്ലാവർക്കും സ്വീകാര്യനാണെന്നോ കോൺഗ്രസുകാർ പോലും കരുതുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാക്കി നിയമിക്കുകയും അടൂർ പ്രകാശിനെ കൺവീനറാക്കുകയും ചെയ്തതോടെ ഈഴവ സമുദായം ഓക്കെ ആകും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്നാൽ കടുത്ത പ്രതിഷേധത്തിൽ KPCC നേതൃമാതൃത്വത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് സുധാകരൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നുമാണ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം സുധാകരൻ വെളിപ്പെടുത്തൽ നടത്തിയത്. രാഹുലും ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല എന്നും നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധി ഉണ്ട് എന്നും സുധാകരൻ പറഞ്ഞു. തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകിയെന്നും ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിശ്വപൗരനും കോൺഗ്രസ് MPയുമായ ശശി തരൂർ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നതും മോദിയേക്കാൾ മാർക്ക് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ട് 1971 യുദ്ധത്തെ ഡെക്കറേറ്റ് ചെയ്യാനിറങ്ങിയ കോൺഗ്രസുകാരെ തള്ളിയതും വെടിനിർത്തലിൽ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ ഇല്ലെന്ന മോദിയുടെ വാദത്തെ ഊന്നിപ്പറഞ്ഞതുമെല്ലാം കോൺഗ്രസിന് കടുത്ത അലോസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ശശി തരൂരിനോട് നേരിട്ട് സംവദിക്കാൻ നട്ടെല്ലിന് ഉറപ്പുള്ള ഒറ്റ കോൺഗ്രസുകാരനും AICCയിൽ ഇല്ലാത്തതിനാൽ അച്ചടക്കം പാലിക്കണമെന്നുള്ള സ്ഥിരം തിട്ടൂരവുമായി അവർ തരൂരിന് നേരെ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. സുധാകരനും തരൂരുമടക്കം കേരളത്തിൽ പാർട്ടിക്ക് അതീതമായ ജനപ്രീതിയുള്ളവരെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ കളമൊരുക്കുന്നത് പിണറായിയുടെ മൂന്നാമത്തെ ദുർഭരണത്തിന് തന്നെയായിരിക്കുമോ എന്ന സംശയം പ്രബലപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.